പാലക്കാട് വടക്കാഞ്ചേരിക്കടുത്ത് കിഴക്കഞ്ചേരിയിലെ 4 ഏക്കർ ഈ പ്ലാവൻ തോട്ടത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പാലക്കാട് കിഴക്കഞ്ചേരി കോമാട്ടിക്കൊളുമ്പിലുള്ള പ്ലാവ് തോട്ടത്തിൽ രാവിലെ തന്നെ ഉണ്ട് സന്ദർശകർ. അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസികളാണ് പലരും. നിലക്കാതെ വീശുന്ന പാലക്കാടൻ കാറ്റ് ആസ്വദിച്ചുകൊണ്ട് വിശാലമായ പ്ലാവ് തോട്ടത്തിലൂടെ നടന്ന് ഇഷ്ടപ്പെട്ട ചക്ക വിളവെടുക്കുകയാണ് അവർ. മൂപ്പത്തിയ ചക്കകൾ ചൂണ്ടിക്കാണിച്ച് തോട്ടയുടമ രാജഗോപാലൻ ഒപ്പമുണ്ട്. 5 ഏക്കറിൽ 60 പ്ലാവുകൾ വളരുന്ന ഈ കൃഷിയിടത്തിൽ നിന്ന് അങ്ങേയറ്റം ആഹ്ലാദത്തോടെ രാജഗോപാലൻ പറയുകയാണ്, ഈ പ്ലാവ് കൃഷി ഇത്ര വിജയകരമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന്. ചക്ക വാങ്ങാനെത്തിയവരിൽ ഒരാളായ എൽദോ ഏട്ടനും പറയുകയാണ് വളരെ സന്തോഷത്തോടുകൂടി, സീസൺ കാത്തിരിക്കണ്ട, ചക്കപ്പഴവും ചക്കക്കുരുവും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം പോലെ വാങ്ങിക്കഴിക്കാം. ആഭ്യന്തര വിപണിയിലും കയറ്റുമതിയിലും ഒരുപോലെ ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ ചക്കയ്ക്ക്. എന്നാൽ ചക്ക വിപണി ഏതാണ്ട് പൂർണ്ണമായും ഇടനിലക്കാരുടെ കയ്യിലാണ് എന്നതാണ് മറ്റൊരു വേദന. അതേസമയം ഈ ചക്കക്കൂട്ടം പോലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംസ്ഥാനത്ത് സജീവമായതിനാൽ ഈ രംഗത്ത് ഇടനിലക്കാരെ മറികടന്ന് കർഷകർക്ക് നേരിട്ട് സംരംഭകരിലേക്കും കയറ്റുമതിക്കാരിലേക്കും എത്താൻ കഴിയുന്നുമുണ്ട്. എങ്കിലും പുതിയൊരു വാണിജ്യ കൃഷി ഇനം എന്ന നിലയ്ക്ക് പ്ലാവിനെ കുറിച്ച് സംസ്ഥാനത്തെ കർഷകർക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. വിലയും വിപണിയും സ്ഥിരത നേടും വരെ അത് തുടരുകയും ചെയ്യും. രാജഗോപാലിനെ പോലെ പരീക്ഷണ താല്പര്യമുള്ള കർഷകർക്ക് ഈ ആശങ്ക നീക്കാൻ കഴിയുകയുള്ളൂ. 5 വർഷം മുമ്പ് ഈ പ്ലാവ് കൃഷിക്ക് തുനിയുമ്പോൾ തനിക്കും ഏറെ സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് രാജഗോപാലൻ സമ്മതിക്കുകയാണ്. എങ്കിലും റബ്ബർ ലാഭകരമല്ലാതായതോടുകൂടി ഈ വഴി തന്നെ സ്വീകരിച്ചു. 5 വർഷത്തിനിപ്പുറം ആശങ്കകളെല്ലാം മാറി. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നോ, റബ്ബറിൽ എന്ന പോലെ തന്നെ പ്ലാവിൽ നിന്നും നിത്യവരുമാനം ലഭിക്കുന്നു എന്നതാണ്. വർഷത്തിൽ 2 മാസം ഒഴികെ ബാക്കി എല്ലായ്പ്പോഴും ചക്ക വിളയുന്ന ഈ തോട്ടത്തിലേക്ക് ചക്ക കൊതിയന്മാരായ ആളുകൾ നിത്യേന എത്തുകയാണ്. മുടങ്ങാതെ വരുമാനവും വന്നു ചേരുന്നു. ഈ ആവർത്തന കൃഷിക്കായി റബ്ബർ മുറിച്ച കാലത്താണ് ഈ പ്ലാവ് കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് രാജഗോപാലൻ കേൾക്കുന്നത്. റബ്ബറിന് പകരം പ്ലാവ് എന്ന ആശയത്തോട് പരിചയക്കാർ പലരും വിയോജിച്ചു. വീട്ടുകാർ പക്ഷെ പിന്തുണച്ചു. അങ്ങനെ 5 ഏക്കർ ഭൂമിയിൽ 400 വിയറ്റ്നാം സൂപ്പർ എർലി ഇനം തൈകൾ നട്ടുപിടിപ്പിച്ചു. തോട്ടത്തിന്റെ അതിരുകളിൽ 200 നാടൻ ഇനങ്ങളും. അങ്ങനെ 1.5 വർഷത്തിൽ തന്നെ മിക്കവാറും വിയറ്റ്നാം എർലി മരങ്ങളൊക്കെയും കായ്ച്ചു തുടങ്ങി. 2 വർഷം എത്തിയതോടെ വിളവെടുപ്പും തുടങ്ങി. കഴിഞ്ഞ വർഷം ചക്ക വിറ്റ് 4 ലക്ഷം രൂപയോളം കയ്യിലെത്തിയെന്ന് രാജഗോപാലൻ പറയുകയാണ്. എന്താ അത്ഭുതം തോന്നുന്നു അല്ലേ? ഈ വിയറ്റ്നാം എർലി എല്ലാം ഇപ്പോൾ തന്നെ വിളവിലെത്തിയിരിക്കുകയാണ്. 15 അടിക്ക് മുകളിലേക്ക് വളരാതെ തലക്കം മുറിച്ച് ഉയരം ക്രമീകരിക്കുന്നതിനാൽ ഏറ്റവും മുകൾ ചില്ലയിൽ കായ്ക്കുന്നവ പോലും വിളവെടുക്കാൻ ചെറിയൊരു തോട്ടി മതി. ഇനി 6-ാം വർഷം ആവുമ്പോഴേക്ക് നാടൻ ഇനങ്ങളും കായ്ച്ചു തുടങ്ങും. മണ്ണ് മാന്തിക്കൊണ്ട് മണ്ണിളക്കി 2-2 അടി വിസ്താരത്തിൽ കുഴിയെടുത്ത് റബ്ബറിന് നൽകുന്നതിനേക്കാൾ ഇടയകലം കൂട്ടിയാണ് തൈകൾ നടുന്നത്. വിയറ്റ്നാം എർലിയുടെ തൈ 1-ന് 1 300 രൂപ വിലയുണ്ടായിരുന്നു. അടിവളമായി ചാണകപ്പൊടി നൽകി ഡ്രിപ്പ് ലൈനുകളും വലിച്ച് മുഴുവൻ മരത്തിനും തുള്ളി നന സൗകര്യവും ഉറപ്പാക്കി. ഇപ്പോൾ ആണ്ടിൽ 2 തവണ രാസവളവും 1 തവണ ജൈവവളവും നൽകുകയാണ്. ഇനി ജൂൺ ജൂലൈ മാസത്തിലെ കനത്ത മഴയാകുന്നതോടുകൂടി മരം 1-ന് 100 ഗ്രാം ബോറോണും നൽകുന്നു. ചക്ക വിണ്ടുകീറുന്നതിനും കറുത്ത പാടുകൾ വീഴാതിരിക്കാനും വേണ്ടി ഈ ബോറോൺ വളരെ ഗുണം ചെയ്യുമെന്നാണ് രാജഗോപാലന്റെ മതം. ചക്ക സമൃദ്ധമായി ഉണ്ടാകുമെങ്കിലും കായ്ക്കുന്നത്രയും വളരാൻ അനുവദിക്കാറില്ല. മരം ചെറുതാണെന്ന് തന്നെ കാരണം. മുഴുവൻ ചക്കയും നിലനിർത്തുന്നത് പ്ലാവിന്റെ വളർച്ചയെ മുരടിപ്പിക്കുമത്രേ. ഇനി ചെറിയ ചില്ലകൾക്ക് ഏറെ എണ്ണം താങ്ങാനും കഴിയില്ല. ഒരേ സമയം ശരാശരി 10 ചക്ക മാത്രമേ മൂപ്പെത്താൻ നിലനിർത്തൂ. ബാക്കി 1/2 കിലോ തൂക്കത്തിൽ ഇടിച്ചക്ക പ്രായത്തിൽ വിൽക്കും. ഇനി മൂപ്പെത്താനുള്ളവ വളർന്ന് 4 മാസം കൊണ്ട് 5-10 കിലോ തൂക്കമെത്തുകയും ചെയ്യും. ഇനി ചക്ക മൂപ്പത്തി വിൽക്കുന്നതാണ് ലാഭകരമെന്നാണ് രാജഗോപാലന്റെ അഭിപ്രായം. കിലോയ്ക്ക് 30 രൂപ ലഭിക്കും. ഒരു പ്ലാവിൽ നിന്ന് വർഷം 50 കിലോ കിട്ടിയാൽ 1500 രൂപ വരുമാനം. ഇനി ഇടച്ചക്കയായി നൽകുന്നതിന്റെ വരുമാനം പുറമെ
വിളയുന്നത് അത്രയും ഇടിച്ചക്കയായി വിൽക്കുന്നത് ലാഭകരമല്ലെന്നും ഈ കർഷകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 10 കിലോ വരെ വളരുന്ന ചക്ക ഇടിച്ചക്കയായി വിൽക്കുമ്പോൾ ഒന്നിന് ശരാശരി 30 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പെത്താനുള്ള എണ്ണം നിലനിർത്തി അധികമുള്ളവയെ ഇടിച്ചക്ക പ്രായത്തിൽ വിൽക്കാൻ പാടുള്ളൂ. നാടൻ പ്ലാവുകളിൽ നിന്ന് ചക്ക കിട്ടുന്നത് മുഖ്യമായും ഏപ്രിൽ മെയ് മാസങ്ങളിലാണല്ലോ. എന്നാൽ ജൂൺ ജൂലൈ ഒഴികെ മറ്റെല്ലാ മാസങ്ങളിലും ഈ വിയറ്റ്നാം സൂപ്പർ എർലിയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ചക്കപ്പഴവും ചക്കപ്പുഴുക്കുമൊക്കെ കഴിക്കാം എന്ന് തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കാണ്. റബ്ബർ കൃഷിക്കുള്ള കഷ്ടപ്പാടൊന്നും പ്ലാവിനില്ലെന്ന് രാജഗോപാലൻ പറയുകയാണ്. വീട്ടുകാർക്ക് തന്നെ വിളവെടുക്കാം, മൊത്തമായി വിൽക്കുമ്പോൾ കച്ചവടക്കാർക്ക് തന്നെ വിളവെടുക്കുകയും ചെയ്യാം. ആണ്ടിൽ 3-4 തവണയുള്ള വളപ്രയോഗത്തിന് മാത്രമാണ് തൊഴിലാളികൾ വേണ്ടി വരുന്നത്. എങ്കിലും ഓരോ പ്രദേശത്തെയും മണ്ണ്, നനസൗകര്യം, പിന്നെ വിപണന സാധ്യതകൾ ഇവ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ പ്ലാവ് കൃഷി ചെയ്യാവൂ എന്ന് ഈ കർഷകനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളേറെയുള്ള വടക്കൻ ജില്ലകളിലെ വിപണന സാധ്യത എല്ലായിടത്തും ലഭിക്കണമെന്നുമില്ല.